സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ ഹോർമൂസ് തുറന്നാൽ യുദ്ധം നിർത്തിപ്പോകാൻ ട്രംപ് ഒരുങ്ങുന്നു. ആണവ കരാർ ഇല്ലാതെ തന്നെ എല്ലാം അവസാനിപ്പിക്കാനാണ് ട്രംപിന്റെ തീരുമാനമെന്നാണ് ദി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ട്രംപിനെ അങ്ങനെ അങ്ങ് വിടാൻ ഇറാൻ ഒരുക്കമില്ല. ഹോർമൂസ് തുറക്കണമെങ്കിൽ തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കണമെന്നാണ് ഇറാന്റെ പുതിയ നിലപാട്. ഇറാന്റെ നിബന്ധനകൾ കേട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ തലയിൽ കൈവച്ചു പോയിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അതായത് ട്രംപിന് വീണ്ടും ഇറാൻ ഹോർമൂസിൽ പൂട്ടിയിടുകയാണ്. അതിനിടെ ഇറാൻ ഭരണത്തിൽ അതിനിർണായകമായ അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ് മുജ്തബ ഖമനേയി. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലപ്പത്ത് മൊഹസിൻ റസായെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് വെറുതെയല്ല, കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള നീക്കമാണ്. അതുപോലെ തന്നെ ശത്രുക്കൾക്ക് വ്യക്തമായ സന്ദേശം കൂടിയാണ് ഈ നിയമനത്തിലൂടെ ഇറാൻ നൽകുന്നത്. ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ തക്കം പാർത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ സാഹചര്യങ്ങളെ ആഴത്തിൽ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ വാർത്തകളുടെ ഉള്ളറിയാം. ആകെ ഗതികെട്ട അവസ്ഥയിലാണ് ട്രംപ്. ഇറാൻ നേരിട്ട് ചർച്ചയ്ക്ക് വരുന്നില്ല, ആക്രമിക്കാൻ ആയുധമില്ല, മറ്റെന്തെങ്കിലും നീക്കത്തിനുള്ള ഐഡിയയും കയ്യിലില്ല. ഒരേ ഒരു പ്രതീക്ഷ ഇറാനും ഒമാനും തമ്മിൽ നടത്തുന്ന ഹോർമൂസ് ചർച്ചയിലാണ്. ഈ ചർച്ചയിൽ ഒരു ധാരണയിലെത്തി ഇറാൻ ഹോർമൂസ് തുറക്കാൻ തീരുമാനിച്ചാൽ യുദ്ധത്തിൽ വിജയം അവകാശപ്പെട്ട് എല്ലാം നിർത്താനാണ് ട്രംപ് കാത്തിരിക്കുന്നത് എന്നാണ് ദി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇറാനുമായുള്ള ഔപചാരികമായ ആണവ കരാറിനുള്ള ശ്രമങ്ങൾ വരെ ഉപേക്ഷിക്കാനാണ് ട്രംപ് ഒരുങ്ങുന്നത് എന്നുള്ള സൂചനയാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. ട്രംപുമായി അടുപ്പമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആണവ ചർച്ചകളിൽ നിന്ന് പിന്മാറാൻ ട്രംപ് കണ്ടെത്തുന്ന ന്യായീകരണം ബഹുരസമാണ്. ഇറാന്റെ 3 ആണവ നിലയങ്ങൾ തകർത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഇറാന്റെ ആണവശേഷി തൽക്കാലത്തേക്ക് നിയന്ത്രണത്തിലാണ് എന്നാണ് ട്രംപ് ആശ്വാസം കൊള്ളുന്നത്. എന്നാൽ സത്യം എന്താണ്? തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന കേടുപാടുകൾ മാത്രമേ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇറാൻ പറയുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായി കുഴിച്ചിട്ടിരിക്കുകയാണ് എന്നും ഇറാൻ ഉറപ്പിച്ചു പറയുന്നു. അതായത് ഇറാന്റെ ആണവ പദ്ധതികളെ വരുതിയിലാക്കാനും മിസൈൽ ശക്തി നിയന്ത്രിക്കാനും യുദ്ധം തുടങ്ങിയ ട്രംപാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഹോർമൂസ് തുറന്നാൽ മതി, ഞങ്ങൾ യുദ്ധം നിർത്തി പൊയ്ക്കോളാം എന്ന ഗതികെട്ട നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു പുതിയ കരാറിലെത്താതെ തന്നെ തനിക്ക് ഇറാനുമായുള്ള സംഘർഷത്തിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്ന് ട്രംപ് മുതിർന്ന സഹായികളോട് സ്വകാര്യമായി സമ്മതിച്ചതായും ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ട്രംപിൻ്റെ പിന്മാറ്റ മോഹങ്ങളെ തല്ലി ഉടയ്ക്കുകയാണ് ഇറാൻ. അതായത് ട്രംപ് യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വഴി ചോദിക്കുമ്പോൾ ഇറാൻ ഹോർമൂസ് എന്ന വാതിൽ തുറക്കാൻ വൻ വില ചോദിക്കുകയാണ്. അത്തരത്തിലുള്ള കടുത്ത നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നിബന്ധന എന്താണ്? കോടിക്കണക്കിന് ഡോളറിൻ്റെ സാമ്പത്തിക സഹായവും യുദ്ധ നഷ്ടപരിഹാരവും നൽകുക. രണ്ടാമത്, ഗൾഫ് മേഖലയിലെ അമേരിക്കൻ നാവികസേനയുടെ ഉപരോധം അവസാനിപ്പിക്കുക. മൂന്നാമത്തെ നിബന്ധന, മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുക. നാലാമതായി, ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കുക, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടു നൽകുക. അഞ്ചാമതായി, ഇറാൻ്റെ സഖ്യകക്ഷികളുമായും ബന്ധപ്പെട്ട സൈനിക നടപടികൾ അവസാനിപ്പിക്കുക. ഈ നിബന്ധനകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇറാൻ കളി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന്. ഒമാനുമായുള്ള ഹോർമൂസ് കരാർ അവസാന ഘട്ടത്തിലാണെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിക്കാതെ കടലിടുക്ക് തുറന്നു കൊടുക്കില്ല എന്നാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഉറച്ച സ്വരത്തിൽ പറയുന്നത്. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകിയാൽ മാത്രമേ കടലിടുക്ക് തുറക്കുന്നത് പരിഗണിക്കുകയുള്ളൂ എന്നും അരാക്ചി കൂട്ടിച്ചേർക്കുന്നു. ജൂണിലെ ഇടക്കാല കരാർ ലംഘിച്ച അമേരിക്കയുമായി ഇനി നേരിട്ടുള്ള ഒരു ചർച്ചയും ഇല്ല എന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. ഇറാൻ കൃത്യമായ തന്ത്രങ്ങളിലൂടെയാണ് നീങ്ങുന്നത് എന്നാണ് ഈ അരാക്ചിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപ് യുദ്ധം നിർത്താൻ താല്പര്യം കാണിക്കുമ്പോൾ ഇറാൻ തിരിച്ച് ട്രംപിന് മുകളിൽ സമ്മർദ്ദം കൂട്ടുകയാണ്. ഇറാൻ ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. ഒന്നാമതായി, അമേരിക്കയുടെ ആഭ്യന്തര സമ്മർദ്ദം ഇറാൻ തിരിച്ചറിയുന്നുണ്ട്. വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ്, ഉയർന്ന പെട്രോൾ വില, അമേരിക്കയിലെ ആഭ്യന്തര വിലക്കയറ്റം, യുദ്ധച്ചെലവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ആയുധക്ഷാമം, ട്രംപ് പീറ്റ് ഹെഗ്സത്ത് ഉടക്ക്, അതെല്ലാം ട്രംപിന് രാഷ്ട്രീയമായി വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യം ഇറാൻ മനസ്സിലാക്കുന്നു. അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ ഒരു കാര്യം ട്രംപ് തെളിയിക്കേണ്ടതുണ്ട്. ഞാൻ തുടങ്ങിയ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കൊണ്ടുവന്നു എന്ന്
ട്രംപിന് തെളിയിക്കണം. ജനങ്ങൾക്ക് മുന്നിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കണം. അതുകൊണ്ട് തന്നെ ഹോർമൂസ് വീണ്ടും തുറക്കുക എന്നത് ട്രംപിന് വിദേശ നയ നേട്ടം മാത്രമല്ല, അത് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ നേട്ടമായി മാറുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. ഇറാൻ ഈ സാഹചര്യത്തെ, അതായത് ട്രംപ് ഇങ്ങനെ പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തെയാണ് കൃത്യമായി മുതലെടുക്കുന്നത്. ട്രംപ് എത്രത്തോളം കരാർ ആഗ്രഹിക്കുന്നുവോ ഇറാൻ അത്രത്തോളം അതിന് വില കൂട്ടും. അതാണ് പേർഷ്യൻ തന്ത്രം. മാത്രമല്ല കൃത്യമായ ബാർഗെയിങ് തന്ത്രം കൂടിയാണ് ഇറാൻ പയറ്റുന്നത്. അതായത് വിലപേശൽ തന്ത്രം കൂടിയാണ് ഇറാൻ പയറ്റുന്നത്. ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ചെറിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ പിന്നീട് അമേരിക്കയെ കൂടുതൽ ഇളവുകൾക്ക് സമ്മതിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നുള്ള കാര്യം ഇറാൻ അറിയാം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇറാൻ ആദ്യമേ തന്നെ വലിയ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര രംഗത്തെ വിദഗ്ധർ, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി വിലയിരുത്തുന്ന, സൂക്ഷ്മമായി വിലയിരുത്തുന്നവർ പറയുന്നത്. നിബന്ധനകളെല്ലാം ഒരുമിച്ച് അംഗീകരിക്കണമെന്ന് ഇറാൻ വാശി പിടിക്കുന്നതിന് പിന്നിലും അതുകൊണ്ട് തന്നെ കൃത്യമായ തന്ത്രമുണ്ട്. ഏതെങ്കിലുമൊക്കെ നിർണായക ആവശ്യങ്ങൾ, ഇപ്പോൾ ആസ്തി വിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപരോധങ്ങൾ പിൻവലിക്കുന്നത് തുടങ്ങിയ ഏതെങ്കിലും നിർണായക ആവശ്യങ്ങൾ അമേരിക്കയെ കൊണ്ട് സാധിപ്പിച്ചെടുക്കുക എന്നതാണ് ഇറാൻ്റെ ആ തന്ത്രം. കൂടാതെ ഇറാൻ ഇപ്പോൾ പണം അത്യാവശ്യമാണ്. അമേരിക്കൻ ഉപരോധവും നാവിക ഉപരോധവും യുദ്ധത്തിൻ്റെ നാശനഷ്ടങ്ങളും എല്ലാം വലിയ സാമ്പത്തിക ബാധ്യത രാജ്യത്തിന് വരുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമൂസിനെ മുൻനിർത്തി അമേരിക്കയെ കൊണ്ട് പരമാവധി സാമ്പത്തികമായ ഇളവുകൾ സമ്മതിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഊറ്റിയെടുക്കുക എന്നതാണ് ഇറാൻ ശ്രമിക്കുന്നത്. അതും അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങാതെ തന്നെ ഇതെല്ലാം സാധിച്ചെടുക്കണം എന്നതും ടെഹ്റാൻ്റെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത നീക്കങ്ങളും കടുത്ത നിബന്ധനകളും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. അതായത് വെറുതെ ഇരുന്ന് തങ്ങളെ ആക്രമിച്ച ശേഷം അങ്ങനെ അങ്ങ് പൊടി തട്ടി പോകേണ്ട എന്നാണ് ട്രംപിനോട് ഇറാൻ പറയാതെ പറയുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിനിടയിലാണ് ഇറാൻ സുരക്ഷാ സംവിധാനത്തിൽ മുജ്തബ ഖമനേയി നിർണായകമായ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നിർണായകമായ മാറ്റമാണ്, ഏവരും ശ്രദ്ധിക്കുന്ന ഒരു മാറ്റമാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുൻ തലവനായ മൊഹസിൻ റസായിയെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവിയാക്കിയിരിക്കുകയാണ് മുജ്തബ. പ്രസിഡന്റ് ഓഫീസ്, വിദേശകാര്യ മന്ത്രാലയം, സായുധ സേന, സുരക്ഷാ ഏജൻസികൾ എന്നിവയുടെ തന്ത്രപരമായ തീരുമാനങ്ങൾ ഒത്തുചേരുന്ന ഒരു പ്രധാന സ്ഥാപനം അല്ലെങ്കിൽ ഒരു പ്രധാന സ്ഥാനമാണ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ. നമുക്കറിയാം വധിക്കപ്പെട്ട അലി ലാറിജാനി ഇരുന്ന പൊസിഷൻ. അവിടെ ഇപ്പോൾ ഇരുന്നത് മുഹമ്മദ് ബാക്കർ സോൾഖാദറാണ്. അദ്ദേഹത്തെ മാറ്റിയാണ് പുതിയ നിയമനം വന്നിരിക്കുന്നത്. തീവ്ര നിലപാടുകാരനാണ് ഇപ്പോൾ നിയമിക്കപ്പെട്ട മൊഹസിൻ റസായി. മുജ്തബയുടെ ഏറ്റവും വിശ്വസ്തനായ സൈനിക സഹായിയുമാണ് അദ്ദേഹം. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് IRGCയെ നയിച്ച വ്യക്തിയാണ് മൊഹസിൻ റസായി. അത്തരമൊരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നതിലൂടെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വ്യക്തമായ സന്ദേശം കൂടിയാണ് ഇറാൻ്റെ പരമോന്നത നേതൃത്വം നൽകുന്നത്. ഇറാനെ ആക്രമിക്കുമെന്ന് ആവർത്തിക്കുന്ന ഇസ്രയേലിന് മുന്നിലും അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദത്തിന് മുന്നിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇറാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നത് ഡസൻ കണക്കിന് ആറ്റം ബോംബുകൾ കൈവശം വയ്ക്കുന്നതിനേക്കാൾ പ്രധാനമാണ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തി കൂടിയാണ് മൊഹസിൻ റസായി. ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരെയുള്ള ഉപരോധം തുടർന്നാൽ അമേരിക്ക ഗുരുതരമായ അപകടങ്ങളെയും നാശനഷ്ടങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് കഴിഞ്ഞ ആഴ്ചയും റസായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് അമേരിക്കയ്ക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന IRGCയുടെ മുൻ തലവനാണ് മൊഹസിൻ റസായി. അതിനാൽ അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിക്കാതെയും നഷ്ടപരിഹാരം നൽകാതെയും ഹോർമൂസ് തുറക്കില്ല എന്നുള്ള നിലപാട് കൂടിയാണ് റസായിയുടെ ഈ നിയമനത്തിലൂടെ ഇറാൻ അമേരിക്കയ്ക്കും അങ്ങനെയുള്ള സഖ്യകക്ഷികൾക്കും നൽകുന്ന സന്ദേശം. ശക്തനായ ഒരു സൈനിക നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഒരു കരാറിലെത്താൻ ട്രംപിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുക കൂടിയാണ് ഇറാൻ ചെയ്യുന്നത് എന്നതും നമ്മൾ നോക്കിക്കാണണം. എന്നാൽ ട്രംപ് ഇപ്പോഴും പ്രതീക്ഷയിലാണ്. ഇറാനുമായി സൈനിക ഏറ്റുമുട്ടലിനേക്കാൾ ഉപരി സാമ്പത്തിക ഉപരോധത്തിലൂടെ സമ്മർദ്ദം കൂട്ടാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസത്തെ ആക്സിയോസിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധിയും പണപ്പെരുപ്പവും അത് കൂടി വരികയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. സൈനികർക്ക് ശമ്പളം നൽകാൻ പോലും ഇറാൻ്റെ കയ്യിൽ പണമില്ല എന്നാണ് ട്രംപിൻ്റെ ആരോപണം. അപ്പോഴും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രഖ്യാപനം വൈകുന്നതിൽ ട്രംപ് അഭിമുഖത്തിൽ നിരാശ പ്രകടിപ്പിക്കുന്നില്ല, പ്രകോപിതനാകുന്നില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ കാര്യങ്ങൾ പതുക്കെ നീക്കുകയാണ്, ഇത് ശരിയാകും, ഇതൊരു ചെസ്സ് കളി പോലെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞ് ആശ്വാസം കൊള്ളുന്നത്. സാമ്പത്തിക ഞെരുക്കം മൂർച്ഛിക്കുമ്പോൾ ഇറാൻ നിബന്ധനകൾക്ക് വഴങ്ങുമെന്നാണ് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ.
എന്നാൽ ഇറാൻ്റെ ചരിത്രം മറന്നുകൊണ്ടാണ് ട്രംപ് ഇത്തരം നിലപാട് വീണ്ടും സ്വീകരിക്കുന്നത് എന്നാണ് നയതന്ത്ര വിദഗ്ധർ, അതായത് അമേരിക്കൻ അനുകൂല നയതന്ത്ര വിദഗ്ധർ തന്നെ ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നത്. പതിറ്റാണ്ടുകളായി ഉപരോധങ്ങളെ നേരിടുന്ന ഇറാൻ ഒരു പ്രതിരോധ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അതിനേക്കാളേറെ ഹോർമൂസ് കടലിടുക്ക് എന്ന ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ ഉപയോഗിച്ച് ആഗോള വിപണിയെ പൂട്ടിയിടാൻ ഇറാന് ഇപ്പോഴും സാധിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഉപരോധം അതിലൊന്നും ഇറാൻ വഴങ്ങില്ല എന്നാണ് അമേരിക്കൻ അനുകൂല നയതന്ത്ര വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലും സൗദിക്കെതിരെ ആക്രമണം ശക്തമാക്കിയ സാഹചര്യവും ഇതിനൊപ്പം നോക്കിക്കാണേണ്ട കാര്യമാണ്. ചുരുക്കത്തിൽ ട്രംപ് കരുതുന്നത് പോലെ സാമ്പത്തിക സമ്മർദ്ദമോ നാവിക ഉപരോധമോ ഇറാൻ്റെ നിലപാടുകളെ മാറ്റില്ല എന്നതാണ് ചരിത്രം. എന്തായാലും എങ്ങനെയെങ്കിലും ഹോർമൂസ് തുറന്നു കിട്ടാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഹോർമൂസ് ചർച്ചയിൽ ഇല്ല എന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും ട്രംപ് പ്രകോപനമൊന്നുമില്ലാതെ അല്ലെങ്കിൽ പ്രകോപനത്തോടെ സംസാരിക്കാതെ കാര്യങ്ങൾ ഹോർമൂസ് തുറക്കുന്നതിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ ട്രംപിന് ഇരുട്ടടിയാണ്, അല്ലെങ്കിൽ തലക്കിട്ടടിയാണ്. ഒമാനുമായി ഇറാൻ ധാരണയിലെത്തുമെന്നും ഹോർമൂസ് തുറക്കുമെന്നുമുള്ള പ്രതീക്ഷകൾക്കാണ്, അല്ലെങ്കിൽ ട്രംപിൻ്റെ പ്രതീക്ഷകൾക്കാണ് ഇതോടെ മങ്ങലേറ്റിരിക്കുന്നത്, അല്ലെങ്കിൽ ഇരുട്ടടിയേറ്റിരിക്കുന്നത്. ഇറാൻ കളമറിഞ്ഞ് കളിക്കുകയാണ് എന്നാണ് വിലയിരുത്തൽ. ഹോർമൂസിനെ മുൻനിർത്തി പരമാവധി നേട്ടമുണ്ടാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന് ഇറാൻ പറയുന്നത് അംഗീകരിക്കുക അല്ലാതെ നിവൃത്തിയില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ ഇറാൻ കൊണ്ടുപോകുന്നു എന്നാണ് നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. മറുഭാഗത്ത് ഇസ്രയേൽ ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന അഭ്യൂഹം ശക്തമാണ്. ട്രംപിൻ്റെ ഗാസ കരാറിനെ നെതന്യാഹു തള്ളിപ്പറഞ്ഞത് ഇറാനെതിരെ ഇസ്രയേൽ കടുത്ത നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് പല നിരീക്ഷകർ വിലയിരുത്തുന്നത്. പക്ഷേ ഇറാൻ വലിയ മുന്നൊരുക്കത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് വേണം മൊഹസിൻ റസായിയുടെ നിയമനത്തെയും നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇതാണ് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് രേഖപ്പെടുത്തി കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. മറ്റൊരു സിംപ്ലി ഇൻഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ അൻഷാദ് മില്യാസ്, സൈനിങ് ഓഫ്.